ഡെന്നി, നന്ദൻ ഒരു മുഖവിരിയോടെ വിളിച്ചു. എന്താണ് പതിവില്ലാത്തൊരു സ്റ്റാർട്ടിംഗ് ട്രബിള്? അവന്റെ തൊട്ട് താഴെയുള്ള പടവിലിരുന്നുകൊണ്ട് കുളത്തിലേക്ക് കണ്ണുനട്ടി ഡെന്നി ചോദിച്ചു. എടാ അത് പിന്നെ എനിക്ക്. നന്ദൻ വിക്കി. നിനക്ക് എന്നു മുതലാടാ വിക്ക് തുടങ്ങിയത്? വിക്കാതെ കാര്യം പറയണ വാദിയാരെ? ഡെന്നി അവനെ കളിയായിക്കൊണ്ട് പറഞ്ഞു. അത് പിന്നെ എനിക്കൊരാളോട് പ്രേമാണല്ലേ. നിന്റെ പതിവില്ലാത്ത വിക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നി. ആരാണ്? ഗൗരിയാണോ? നന്ദനെ മുഴുമിക്കാൻ സമ്മതിക്കാതെ ഡെന്നി ചോദിച്ചു. ഗൗരിയോ? നന്ദൻ സംശയത്തോടെ അവനെ നോക്കി. ഗൗരി. അവളുടെ ഒളിഞ്ഞു നോട്ടോ നിന്നെ കാണുമ്പോഴുള്ള പരവേശമൊക്കെ കുറെ ആയിട്ട് ഞാൻ കാണുന്നു. കള്ള കാമുക, നിന്റെ മനസ്സിൽ അവൾ ഉണ്ടായിരുന്നല്ലേ? നന്ദന്റെ വയറിലിടിച്ചുകൊണ്ട് ഡെന്നി പറഞ്ഞു. ഓടാ, ഞാൻ അവളെ പറ്റി അങ്ങനെ ചിന്തിച്ചിട്ടുകൂടെയില്ല. വെറുതെ അനാവശ്യം പറയല്ലേ. പിന്നെ ആരാ? അശ്വതിയാണോ? വേദു സ്ഥിരമായിട്ട് ഡയറി മിൽക്ക് അയപ്പിരുന്ന പാർട്ടി. വാദിയാര് പണിയിട്ട് അവിടെ അപ്പന്റെ ബേക്കറിയിലെ കണക്ക് പിള്ളാവേണ്ടി വരുമോ? ഡെന്നി കുസൃതിയോടെ ചോദിച്ചു. നിന്നോട് പറയാമെന്ന എന്നെ തല്ലണം. എടാ അശ്വതിയും ഗൗരിയൊന്നുമല്ല, നന്ദൻ ദേഷ്യത്തോടെ പറഞ്ഞു. പിന്നാരാ? ഡെന്നി ആലോചനയോടെ ഇരുന്നു. ലച്ചു. നന്ദൻ അത്യധികം പ്രണയത്തോടെ പറഞ്ഞു. എന്താ? കേട്ടത് ശരിയാണോന്നറിയാൻ ഡെന്നി ഒന്നുകൂടെ ചോദിച്ചു. ലച്ചു വേണം, ഒരുപാട് ഇഷ്ടം എനിക്ക് അവൾ. മുറപ്പെണ്ണെന്നുള്ളതുകൊണ്ട് മാത്രമല്ല, ഓർമ്മ വെച്ച കാലം മുതൽ നെഞ്ചിൽ കയറി കൂടിയതാണ്. ഇപ്പൊ ഞാൻ ശ്വസിക്കുന്ന പോലും അവൾക്ക് വേണ്ടിയാ. ഒത്തിരി ഒത്തിരി ഇഷ്ടം എനിക്ക് അവളെ, പ്രാണനേക്കാൾ. നന്ദൻ വാചാലനായി. വേദു അവൾക്ക് അറിയതിനെ പറ്റി? വാക്കുകൾ ഇടറാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് എന്നെ ചോദിച്ചു. ഇല്ല, പറഞ്ഞിട്ടില്ല. അവളുടെ സ്വഭാവം വെച്ചെന്റെ വാല് മുറിക്കും. അതുകൊണ്ട് ഞാൻ നേരെ അമ്മയുടെ അച്ഛനോടും കാര്യം പറഞ്ഞു. അവര് മാധവച്ചനോട് സംസാരിക്കാതിരിക്കുക. മിക്കവാറും ഇന്ന് തന്നെ പറയും. നന്ദൻ സന്തോഷത്തോടെ പറഞ്ഞു. നന്നായി. അവൻ കുളത്തിലേക്ക് കണ്ണിട്ടുകൊണ്ടിരുന്നുകൊണ്ട് പറഞ്ഞു. കണ്ണുനീനെ തടയാനൊരു ശ്രമം നടത്തിയെങ്കിലും അവ വാശിയോടെ പുറത്തിയാടി. നന്ദനിൽ നിന്ന് അത് ഒളിപ്പിക്കാനെന്ന പോലെ അവൻ കുളത്തിലേക്ക് എടുത്തിയാടി. ഡാ ഭ്രാന്ത, പിന്നെയും ചാടിയോ ഇവനെ കൊണ്ട്? എടാ കേറി വേടാ, അവർക്കിപ്പോ എത്തിയിട്ടുണ്ടാവും. നീയും വേണം അവിടെ. നന്ദൻ എഴുന്നേറ്റുന്നോണ്ട് പറഞ്ഞു. നീ പൊക്കോ, ഞാൻ വരാം. മറുകരയിലേക്ക് നീന്തിക്കൊണ്ട് എന്നെ വിളിച്ചു പറഞ്ഞു. വേഗം വരണം. അവനെ നോക്കി ഉറക്കെ പറഞ്ഞുകൊണ്ട് നന്ദൻ പടവുകൾ കയറിപ്പോയി. ഡെന്നി വാശിയോടെ മറുകരയിലേക്ക് നീന്തി. കൈയും കാലും കുഴഞ്ഞിട്ടും തോൽക്കാൻ മനസ്സില്ലാത്ത പോലെ അവൻ നീന്തിക്കൊണ്ടിരുന്നു. പലതവണ നിലതെറ്റി വെള്ളത്തിൽ മുങ്ങിപ്പോയിട്ടും വെള്ളം കുടിച്ചിട്ട് അവൻ അടങ്ങിയില്ല. ഒടുക്കം മരഭിത്തിയിൽ പിടിച്ചെന്നുകൊണ്ട് അവൻ കിതച്ചു. ചങ്ക് പൊട്ടിപ്പോകുന്ന പോലെ അവന് തോന്നി. പ്രാണൻ പോകുന്ന വേദന നെഞ്ചിൽ അനുഭവപ്പെട്ടപ്പോൾ അത് താങ്ങാൻ കഴിയാത്ത പോലെ അവൻ നെഞ്ചിൽ പിടിച്ചലറി. അവന്റെ ശബ്ദം ആ വെള്ളത്തിൽ ഓളങ്ങൾ സൃഷ്ടിച്ചു. വേദു! ഹൃദയം പൊട്ടുന്ന പോലെ അവൻ വിളിച്ചു. പയ്യ അവന്റെ ശബ്ദം നേർത്തു വന്നു. അരഭിത്തിയിൽ തല തള്ളിക്കൊണ്ട് അവൻ ആർത്ത് കരഞ്ഞു. പ്രാണനായി കണ്ടവളെ ആത്മാർത്ഥ സുഹൃത്തിന് വിട്ടുകൊടുക്കേണ്ടി വരുന്നവന്റെ ഗതികേട് അവന് സ്വയം പുച്ഛം തോന്നി. പതിയെ കൈകൾ വിട്ട് അവൻ വെള്ളത്തിലേക്ക് മുങ്ങി. കുറച്ചു സമയത്തിന് ശേഷം പൊന്തി വന്ന് എന്തോ ഉറപ്പിച്ച പോലെ പടവിലേക്ക് നീന്തിക്കയറി. അവന്റെ ചോരക്കണ്ണുകളിൽ ആ സമയം നിസ്സഹായതയായിരുന്നു. ഇടയ്ക്കിടക്ക് ആ കണ്ണുകളിൽ നിന്ന് ഉതിർന്നു വീണ നീർത്തുള്ളികൾ കുളത്തിലെ വെള്ളത്തിൽ ലയിച്ചു ചേർന്നു. പടികളോടി മുറിയിലെത്തി ലച്ചു വാതിൽ കുറ്റിയിട്ടെന്ന് കിതച്ചു. കുറച്ചു മുന്നേ സംഭവിച്ചോർത്ത് അവളുടെ ശരീരം വിറച്ചു. ദേഹത്ത് ഇപ്പോഴും അവന്റെ കൈകളുടെ തണുപ്പുള്ള പോലെ അവൾക്ക് തോന്നി. അവൾ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നു. കഴുത്തിൽ തെളിഞ്ഞു കാണുന്ന അവന്റെ ദന്തങ്ങളുടെ പാടിലൂടെ അവൾ വിരലോടിച്ചു. സുഖമുള്ളൊരു നീറ്റൽ അനുഭവപ്പെട്ടപ്പോൾ അവൾ മെല്ലെ കൈ പിൻവലിച്ചു. കണ്ണാടിയിൽ കാണുന്ന തന്റെ പ്രതിബിംബത്തെ അവൾ മിഴിച്ചിമാതെ നോക്കി. മെല്ലെ തലചെരിച്ച് തോളിൽ വെച്ച് അമർത്തി ശ്വാസം വലിച്ചു. ഇപ്പോഴും അവന്റെ ഗന്ധമാണ് തന്നിലുള്ളതെന്ന് ഒരു ഞെട്ടിലോട് അവൾ അറിഞ്ഞു. മെല്ലെ വയറുഭാഗത്തെ ധാവണി മാറ്റിയപ്പോൾ കണ്ടു ചുവന്നു കിടക്കുന്ന അവന്റെ കൈകളുടെ പാട്. അതിലൂടെ വിരലോടിച്ചപ്പോൾ മനോഹരമായൊരു പുഞ്ചിരി അവളിൽ വിരിഞ്ഞു. കണ്ണുകൾ അടച്ച് രണ്ട് കൈകൊണ്ട് സ്വയം പുണർന്നു അവൾ മെല്ലെ വിളിച്ചു. ബെഡിലേക്ക് വീണ് നെഞ്ചിൽ തലയിണ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോഴും നാണത്താൽ അവളുടെ മുഖം ചുവന്നിരുന്നു. ആ ഓർമ്മകൾ വരുമ്പോൾ തന്നെ തന്നിൽ അലയടിക്കുന്ന മാറ്റങ്ങളെ അവളൊരു കൊതിയോടെ നോക്കി കണ്ടു. താഴെ നിന്നും ഭദ്രയുടെ വിളിയാണ് അവളെ ആ മായിക ലോകത്തുനിന്ന് ഉണർത്തിയത്. കഴുത്തിലെ പാടിലൂടെ ഒന്നുകൂടി നോക്കിയപ്പോൾ മുടിയിഴകൾ കൊണ്ട് അവിടെ മറിച്ചിട്ടു. വയറുഭാഗം ധാവണിയാൽ മറിച്ച് അവളൊരു ചിരിയോടെ താഴേക്ക് നടന്നു. സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ലച്ചുവിനെ കണ്ട് എല്ലാവരും ചിരിച്ചു. അച്ഛന്മാർ മൂന്നും സോഫയിൽ ഇരിക്കുന്നുണ്ട്. നന്ദനൊരു കള്ളച്ചിരിയുടെ ഡോറിൽ ചാരി കൈകെട്ടി നിൽക്കുന്നു. അമ്മമാർ അച്ഛന്മാരുടെ അടുത്ത് നിൽക്കുന്നുണ്ട്. ലച്ചുവിനെ കണ്ട മാരു വേഗം ചെന്ന് അവളെ ചേർത്ത് പിടിച്ച് മുടിയിൽ തലോടി. അവളും അവരെ കെട്ടിപ്പിടിച്ചു. എല്ലാവരുടെയും മുഖത്ത് നിറഞ്ഞ സന്തോഷമായിരുന്നു. ട്രീസയുടെ മുഖത്ത് ചെറിയൊരു വിഷമമുണ്ടായിരുന്നെങ്കിലും അവരും സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് എല്ലാവരുടെയും ഒപ്പം നിന്നു. പ്രതീക്ഷിച്ച ആളെ കാണാത്തതുകൊണ്ട് ലച്ചുവിന്റെ കണ്ണുകൾ നാലുപാടും പാഞ്ഞു. ഒടുവിൽ അത് എത്തി നിന്ന് വാതിൽപ്പടി കടന്നു വരുന്ന ഡെന്നിയിലാണ്. വേഷം മാറിയിട്ടുണ്ടായിരുന്നു.
ചെറുതായി ഇറനണിഞ്ഞ മുടിയിഴകൾ നെറ്റിയിൽ വീണ് കിടന്നിരുന്നു. ഷർട്ടിന്റെ ഇടയിലൂടെ കാണുന്ന രോമക്കാടുകളിൽ പറ്റിപ്പിടിച്ചിടക്കുന്ന കുരിശുമാലയിൽ കണ്ണെത്തിയപ്പോൾ അവൾ ഏതോ ഓർമ്മയിലെന്ന പോലെ ചിരിച്ചു. പലതവണ അവളുടെ നോട്ടവനിലേക്ക് പോയി. അപ്പോഴെല്ലാം അവളുടെ മുഖം രക്തം ഇരച്ചു കയറി ചുവന്നിരുന്നു. എന്നാൽ ഡെന്നിയുടെ മുഖത്ത് നേരത്തെ കണ്ട ഭാവമായിരുന്നില്ല. ആർക്കും മുഖം കൊടുക്കാതെ അവൻ നന്ദന്റെ അരികിൽ സ്ഥാനം പിടിച്ചു. പലതവണ ആ പൂച്ച കണ്ണുകളിലേക്ക് ലച്ച് നോട്ടമെറിഞ്ഞെങ്കിലും അവനത് അവളിൽ നിന്ന് മറച്ചു പിടിച്ചു. അറിയാതെ പോലും അവന്റെ നോട്ടം തനിക്ക് നേരെ വരുന്നില്ലെന്ന് കണ്ടതും അവളുടെ ഉള്ളം നീറി. അവന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്ന ഒരു ചെറിയ അവഗണന പോലും തനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് അവൾ ഓർത്തു. അപ്പൊ എല്ലാവരും വന്ന സ്ഥിതിക്ക് നമുക്ക് അതങ്ങോട്ട് ഉറപ്പിക്കാം അല്ലേ? ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ ലച്ചുവിനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നേ. അതാ നന്ദമെന്ന് പറഞ്ഞപ്പോ തന്നെ ഇങ്ങോട്ട് പോകുന്നത്. മാലതി ലച്ചുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. എന്താ സംഭവം എന്നറിയാതെ ലച്ചു എല്ലാവരെയും മാറി മാറി നോക്കി. നീ എന്താടി കാന്താരി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നത്? നിന്നെ പിടിച്ച് കെട്ടിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. വേറെ ആരുമല്ല, നമ്മുടെ നന്ദന ആള്. അവിടെ നിൽപ്പണ്ട് ജോർജ് പറഞ്ഞു. അവൾ ഞെട്ടലോടെ എല്ലാവരെയും നോക്കി. കേട്ടത് സത്യമാവില്ലേ എന്ന് അവൾ പ്രാർത്ഥിച്ചു. എല്ലാവരുടെയും മുഖത്ത് സന്തോഷം കണ്ടപ്പോൾ നെഞ്ചിൽ കത്തി കുത്തിയിറക്കുന്ന വേദന അവൾക്ക് തോന്നി. നന്ദനിൽ നോട്ടമെത്തിയപ്പോൾ ആ മുഖത്തെ സന്തോഷവും അവളെ തളർത്തി. മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് അവൾ ഡെന്നിയെ നോക്കി. ഒന്നേ നോക്കാൻ തോന്നിയുള്ളൂ. തലകുമ്പിട്ട് നിൽക്കുന്ന അവനെ കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി അവനും ഇത് അറിഞ്ഞിരിക്കുന്നു എന്ന്. അന്ന് ആദ്യമായി അവൾക്ക് വാക്കുകൾക്ക് ക്ഷാമം തോന്നി. ഒരക്ഷരം പോലും തൊണ്ടക്കുള്ളിൽ നിന്ന് വരാത്ത പോലെ. ഡെന്നിയെ നോക്കുന്തോറും അവളുടെ നിയന്ത്രണം നഷ്ടമാവുമെന്ന് തോന്നിയപ്പോൾ അവൾ ആരോടൊന്നും പറയാതെ മുകളിലേക്ക് ഓടിക്കയറി. അവളുടെ പെട്ടെന്നുള്ള ഭാവമാറ്റം എല്ലാവരെയും അമ്പരപ്പിച്ചു. നന്ദന്റെ മുഖത്തെ വിഷമം കണ്ടു എല്ലാവർക്കും വിഷമമായി. സാരല്ല, അവൾക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടാവില്ല. മോളുടെ ഇഷ്ടം കൂടി നമ്മൾ നോക്കണ്ടേ? അവളുടെ മനസ്സൊന്ന് ശാന്താവട്ടെ, എന്നിട്ട് നമുക്ക് ചോദിക്കാം. എല്ലാവരെയും സമാധാനിപ്പിക്കാൻ എന്ന പോലെ ബാലൻ പറഞ്ഞു. എല്ലാവരും അത് ശരിവെച്ച് പുറത്തേക്കിറങ്ങിയ നന്ദന്റെ പുറകെ ഡെന്നിയും ചെന്നു. മുറ്റത്തെ മാവിൻ ചുവട്ടിൽ നിൽക്കുന്ന നന്ദന്റെ തോളിൽ ഡെന്നി പിടിമുറുക്കി. ഡാ, അവൾക്ക് അങ്ങനെയൊന്നും ഉണ്ടായിരിക്കില്ല അല്ലേ? അതല്ലേ ഒന്നും പറയാതെ പോയത്? ഞാൻ മാത്രമാണോ സ്നേഹിച്ചത്? ഇനി അവൾക്ക് ഇഷ്ടമല്ലെന്ന് പറയൂ. അങ്ങനെ പറഞ്ഞ പിന്നെ എനിക്കറിയില്ല ഡെന്നി. അവളല്ലാതെ വേറെ ആരും വേണ്ടടാ എനിക്ക്. ഈ ജന്മം അവൾക്ക് മാത്രം ഉള്ളതാ. തിരിഞ്ഞു നോക്കാതെ ഡെന്നിയുടെ കൈകളിൽ അമർത്തി പിടിച്ചുകൊണ്ട് നന്ദൻ പറഞ്ഞു. ഡെന്നി ഒന്നും പറയാതെ അവനരികിൽ നിന്നു. അവന് നന്ദനോട് സഹതാപം തോന്നി. കാരണം ഇപ്പോൾ മറ്റാരെക്കാളും നന്ദന വേദന അവന് മനസ്സിലാവും. പക്ഷെ ആശ്വസിപ്പിക്കാൻ പോലൊരു വാക്ക് പറയാൻ തനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന് അവൻ ആലോചിച്ചു. ഡെന്നി, നീ സംസാരിക്കവളോട്. നീ ചോദിക്കവളോട് എന്നെ ഇഷ്ടമാണോന്ന്. നിന്നോട് അവൾ പറയും. ഒന്ന് ചോദിക്കണം പ്ലീസ്. നന്ദൻ ഡെന്നിയോട് കെഞ്ചി. അവന് സ്വയം പുച്ഛം തോന്നി. ജീവന തുല്യം സ്നേഹിക്കുന്ന പെണ്ണിനോട് എങ്ങനെ ചോദിക്കും മറ്റൊരാളെ ഇഷ്ടമാണോ എന്ന്? കുറച്ചു മുന്നേ ആയിരുന്നെങ്കിൽ അവളുടെ മുന്നിൽ അഭിനയിക്കാമായിരുന്നു. പക്ഷേ താൻ പോലും അറിയാതെ തന്റെ പ്രണയം അതിന്റെ അതിർവരമ്പുകൾ പൊട്ടിച്ച് ഒഴുകിയിരിക്കുന്നു. ഒരു വേള താൻ അവളെ ചേർത്ത് പിടിച്ചതും ചുംബിച്ച് എന്തിനാണെന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയും അവളോട്? എല്ലാത്തിലും ഉപരി എങ്ങനെ പറയും അവളോട് നന്ദനെ സ്വീകരിക്കാൻ? കഴിയുമോ തനിക്കതിന്? പറ്റില്ല. തന്റെ പെണ്ണാണവൾ, ഇച്ഛായന്റെ മാത്രം ഭേദു. അവളെ വിട്ടുകൊടുക്കാൻ കഴിയില്ല തനിക്ക്. പക്ഷെ നന്ദൻ, അച്ഛനമ്മ, എല്ലാവരുടെയും സന്തോഷം ഇതാണെങ്കിൽ കുഴിച്ചു മൂടിയേ പറ്റൂ തന്റെ പ്രണയത്തെ. നീറിപ്പുകയുന്ന മനസ്സിനെ അടക്കി നിർത്തി നന്ദന് നേരെ കഷ്ടപ്പെട്ടൊരു ചിരി വിരിച്ച് അവൻ തിരിഞ്ഞു നടന്നു, എന്തൊക്കെയോ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട്. ഇതേ സമയം തന്റെ മുറിയിലെ കട്ടിൽ കിടന്ന് കണ്ണീർ വാർക്കായിരുന്നു ലച്ച്. താഴെ എല്ലാവരും കൂടി എടുത്ത തീരുമാനം അവൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതായിരുന്നില്ല. നന്ദനെ ഒരിക്കലും അങ്ങനെയൊന്നും കണ്ടിട്ടില്ല, ഇനി ഒരിക്കലും കാണാൻ കഴിയുകയുമില്ല. നന്ദനെന്നല്ല, ആ സ്ഥാനത്ത് ഒരാൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് തന്റെ ഇച്ഛായനാണ്. അറിയില്ല എന്നു മുതലാണ് ആ പൂച്ചക്കണ്ണുകളുടെ ആഴത്തിൽ താൻ മുങ്ങിപ്പോയത്. എന്നു മുതലാണ് ആ ചിരിയിൽ താൻ മയങ്ങിപ്പോയത്. എന്നു മുതലാണ് ആ നെഞ്ചിൽ ചേർന്ന് നിന്ന് ആ ഹൃദയതാളം കേൾക്കാൻ കൊതിച്ചു തുടങ്ങിയത്. അറിയില്ല. പക്ഷെ തന്റെ ഉള്ളിലെ പെണ്ണ് പ്രണയമെന്ന വികാരം അറിഞ്ഞത് ഇച്ഛായനിൽ നിന്നാണ്. അറിയില്ല തന്നെ നോക്കുന്ന കണ്ണുകളിൽ പ്രണയമാണോ മറ്റേതോ ഭാവമാണോ എന്ന്. പക്ഷെ ഒന്നറിയാം, തന്റെ ഉള്ളിൽ പ്രണയമാണ്. ആർക്കും മായ്ക്കാനും തിരുത്താനും ആവാത്ത പ്രണയം. ആ പ്രണയക്കുള്ളിൽ നിൽക്കാൻ ആഗ്രഹിച്ചപ്പോൾ ലഭിച്ചത് പൊള്ളുന്ന ചൂടാണ്. വെറുതെയെങ്കിലും തന്റെ മനസ്സ് കൊതിച്ചില്ലേ കുളക്കടവിൽ വെച്ച് ഇച്ഛായൻ ചേർത്ത് പിടിച്ചത് പ്രണയത്തോടെയാണെന്ന്? ആയിരുന്നു. ആ കണ്ണുകളിൽ പ്രണയമായിരുന്നു. അതെ, പ്രണയമായിരുന്നു. ഇച്ഛായന്റെ വേദുവിനോടുള്ള പ്രണയം. പിന്നെ എന്തുകൊണ്ട് താഴെ എല്ലാവരും എതിർത്തില്ല ഇച്ഛായ? എന്തിനാ എല്ലാവരും പറഞ്ഞ് കേട്ടു നിന്ന്? ഒരിക്കലെങ്കിലും പറയായിരുന്നില്ലേ ഞാൻ ഇച്ഛായന്റെ ആണെന്ന്? ഇല്ല, സമ്മതിക്കില്ല ഞാൻ. എനിക്ക് ഇച്ഛായന്റെ വേദുവായാൽ മതി, ഇച്ഛായന്റെ മാത്രം വേദു. കണ്ണുനീരിനാൽ അവളുടെ തലയിണ നനഞ്ഞു കുതിർന്നു. എന്തു വന്നാലും ഡെന്നീസിനോട് സംസാരിക്കുന്ന അവൾ ഉറപ്പിച്ചു. ഉച്ചയ്ക്ക് ഭദ്ര വന്ന് വിളിച്ചിട്ടും തലവേദന എന്ന് പറഞ്ഞ അവൾ താഴേക്ക് പോയില്ല. വിളക്ക് വെക്കാൻ നേരമായിട്ടും അവളെ കാണാതായപ്പോൾ ഭദ്ര അവളെ നിർബന്ധപൂർവ്വം താഴേക്ക് വിട്ടു. രാത്രിയിൽ എന്തോ കഴിച്ചെന്ന് വരുത്തി അവൾ മുറിയിലേക്ക് പോയി.
മാധവനും ഭദ്രക്കും സംസാരിക്കാൻ ഒരു അവസരം കൊടുക്കാതെ അവൾ വാതിലടച്ച് കുറ്റിയിട്ടു. മുറിയിലെ ബാർക്കുകളിൽ നിന്ന് അപ്പുറത്തേക്ക് നോക്കിയപ്പോൾ ഡെന്നിയുടെ റൂമിലെ ലൈറ്റ് ഓഫാണെന്ന് കണ്ട് അവൾ നിരാശയോടെ തിരിഞ്ഞു നടന്നു. എന്നാൽ അവൾ തിരിഞ്ഞു നടന്നു കണ്ട് മുറിയിൽ ഇരട്ടിത്തിരുന്ന ഡെന്നിയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊഴുകി. ദിവസങ്ങൾ പോയി മറയും തോറും ഡെന്നിയും ലച്ചും കാണുന്നത് കുറഞ്ഞു വന്നു. അവനതിന് അവസരം കൊടുത്തില്ലെന്ന് പറയുന്നവൻ ശരി. പലപ്പോഴും അവൾ സംസാരിക്കാൻ വരുമ്പോൾ അവൻ ഒഴിഞ്ഞു മാറും. അവന്റെ ആ ഒഴിഞ്ഞുമാറ്റം അവൾ വല്ലാതെ വേദനിപ്പിച്ചു. ലച്ചുവിന്റെ തീരുമാനം അറിയാൻ 3 വീട്ടുകാരും കാത്തിരുന്നു. പക്ഷെ അവളിൽ നിന്നൊരു മറുപടി കിട്ടിയില്ല. ലച്ചുവിനെ നോക്കുന്ന നന്ദന്റെ കണ്ണിലെ വേദനയും പ്രണയവും അവൾ കണ്ടില്ലെന്ന് അടിച്ചു. എല്ലാവരിൽ നിന്നും കാര്യങ്ങൾ അറിഞ്ഞ ഗൗരി ഒരുപാട് കരഞ്ഞെങ്കിലും ഒടുവിൽ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു അവനിനി തന്റേതല്ലേ എന്ന്. ട്രീസയുടെ വീട്ടിൽ പോയതാണ് ജോർജും ട്രീസയും. മാധവനും ഭദ്രയും കൂടെ പോയി. ഡെന്നിക്ക് ഓഫീസിൽ തിരക്കുള്ളതുകൊണ്ട് അവൻ പോയില്ല. ലച്ചുവും തലവേദന എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. തലേന്ന് രാത്രിയിൽ പോയതാണ്. പിറ്റേന്ന് രാവിലെ തന്നെ എത്തുമെന്ന് പറഞ്ഞു പോയവരെ ഉച്ചയായിട്ടും കാണാതെയായപ്പോൾ ഭദ്ര പരിഭ്രമിച്ചു. അവരുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കിയെങ്കിലും കിട്ടാതെയായപ്പോൾ അവൾ പുറത്തേക്ക് ഇറങ്ങി. കളത്തിങ്ങിന്റെ മുറ്റത്ത് ഡെന്നിയെ കണ്ടപ്പോൾ അവൾ പാവാടത്തുമ്പ് പൊക്കി അങ്ങോട്ട് ഓടി. ദൂരെ നിന്ന് അവൾ വരുന്ന കണ്ടപ്പോൾ തന്നെ ഡെന്നി അകത്തേക്ക് പോവാനൊരുങ്ങി. എന്നാൽ അവൾ അപ്പോഴേക്കും തടസ്സമായി മുന്നിൽ വന്ന് നിന്നു. അതെ, ഇനി എന്തിനാ ഈ ഒളിച്ചു കളി? അവൾ കുസൃതിയോടെ ചോദിച്ചു. അവൻ സംശയത്തോടെ അവളെ നോക്കി. നീ മാറി വീതു, എനിക്ക് കളിച്ചിരിക്കാൻ സമയമില്ല. അവൻ വേറെ ഇങ്ങോട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു. പിന്നെ എന്തിനാ സമയമുള്ളത്? അവൾ കൈകിട്ടിന്നോട് ചോദിച്ചു. അവളോട് മറുപടി പറയാതെ അവൻ അകത്തേക്ക് നടന്നു. പിന്നെ അവൻ കുറുകിയെന്ന ലച്ചുവിനെ അവൻ ദേഷ്യത്തോടെ നോക്കി. നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ? എന്തെങ്ങനെ ശല്യം ചെയ്യുന്നു? ഒന്ന് പോയി തരൂ, നാശം. ബാക്കിയുള്ളവന് തലവേദന ഉണ്ടാക്കുവരൊന്ന് വന്നോളൂ. അവൻ തലയിൽ കൈവച്ച് അവൾക്ക് നേരെ അലറി. അവന്റെ ആ ഭാവം അവളിലൊരു തരിപ്പ് പടർത്തി. അനങ്ങാൻ കൂടെ കഴിയാതെ അവൾ അവനെ ഉറ്റുനോക്കി. കണ്ണിൽ നിന്നും ഇടതടവില്ലാതെ കണ്ണുനീർ ഒഴുകിയിറങ്ങി. അവളുടെ കവിളുകളെ നനയിച്ചു. ചലന മറ്റേ പോലെയുള്ള നിൽക്കുന്ന ലച്ചുവിനെ കണ്ട് ഡെന്നിയുടെ ഉള്ളിലൊരു വേദന പടർന്നെങ്കിലും അത് മറച്ചു വെച്ച് അവൻ സ്റ്റെപ്പ് കയറി. ഹിച്ചായ ഇടറിക്കൊണ്ട് വാക്കുകൾ പെറുക്കിക്കൂട്ടി അവൾ വിളിച്ചു. ആ വിളി അവന്റെ കർണപടത്തിലൂടെ ഹൃദയത്തെ മുറിവേൽപ്പിച്ചത് അവൻ അറിഞ്ഞു. വാശിയോടെ ഒഴുകിയിറങ്ങിയ കണ്ണുനീർ തുടച്ചു മാറ്റിക്കൊണ്ട് അവൻ മുകളിലേക്ക് ഓടിക്കയറി. അവന്റെ പോക്ക് കണ്ട് നിർവികാരമായി അവൾ നോക്കി നിന്നു.